അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സൂറത്തുൽ ഇൻസാനിലെ ആയത്തുകളാണ് ഓതുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ആയത്തുകൾ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന തെറ്റുകൾ, അതായത് കുട്ടികൾ ഓതുമ്പോൾ വരാൻ സാധ്യതയുള്ള തെറ്റുകളാണ് പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ മറ്റുള്ള 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അല്ലാഹു നാഫിഅൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പറയാം. ആദ്യം നമുക്ക് സൂറത്ത് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا. إن الأبرار يشربون من كأس كان مزاجها كافورا. عينا يشرب بها عباد الله يفجرونها تفجيرا. يوفون بالنذر ويخافون يوما كان شره مستطيرا. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. إنا نخاف من ربنا يوما عبوسا قمطريرا. ഇനി ഓതിയ ഭാഗത്തിലെ 10 ആയത്ത് ഓതിയിട്ടുണ്ട്. അതിലെ തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ബിസ്മി ഓതുമ്പോൾ ബിസ് സീനിന് പുറത്തേക്ക് ശബ്ദം പോകുന്ന രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ റഹീം ചുണ്ട് പൂട്ടണം, ഇല്ലെങ്കിൽ റഹീം എന്നാകും. അപ്പം അതുകൊണ്ട് ചുണ്ട് പൂട്ടുക, എന്നാലും മീമായി മാറുള്ളൂ. അതുപോലെ ഹൽ അതാ അലൽ ഇൻസാനി, ഇവിടെ ഹൽ അതാ ഇവിടെ ചെറുതായിട്ടൊന്ന് നീട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു അലിഫ് കാണാം. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് ഈ ചെറിയ അലിഫ്. ഇവിടെ ഉണ്ട്, കണ്ടോ, ഇതിലുണ്ട്, ഇവിടെ ഉണ്ട്, താഴെ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കാണാം. അവിടെയൊക്കെ ചെറുതായിട്ട് നീട്ടണം. ഹൽ അതാ അലൽ ഇൻസാനി കണ്ടോ, അവിടെ നീട്ടുന്നുണ്ട്. അതുപോലെ ഹീനും മിനദ്ദഹരി കേട്ടോ,
മിനൽ ദഹിരി എന്നോതരുത്, മിനദ്ദഹിരി. നൂന് കഴിഞ്ഞാൽ നേരെ ദാൽമുക്ക് പോയാൽ മതി. അതുപോലെ ലം യകുൻ ഷൈഅൻ മദ്കൂറാ, ഇവിടെ ഷൈഅൻ മദ്കൂറാ ദാലാണ്. ഇവിടെ മീമിന് ശ്രദ്ധയുണ്ട്, ഓതുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ ദാലാണ്, മദ്കൂറ എന്ന് ദാലാക്കി ഓതരുത്, ദാലാണ്, പുള്ളിയുള്ള ദാൽ. അതുപോലെ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, ഇവിടെ നുത്ഫത്തിൻ അംശാജിൻ. ഇവിടെ നൂന് കാണാം, 2 നൂനുണ്ട്. ഒന്ന് സുക്കൂനായ നൂനാണ്, മറ്റൊന്ന് ഹറക്കത്തുള്ള നൂനാണ്. ഇതുപോലെ എടുത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യും, ഇതിലേക്ക് ചേർത്ത് ഷദ്ദ് ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. മിൻ നുത്ഫത്തിൻ. അപ്പോൾ ഈ നൂൻ എന്ത് ചെയ്യില്ല, ഇവിടെ ഒന്നും ഓതണ്ട, നേരെ ഇത് നമുക്ക് കൂട്ടിയിട്ട് മിൻ നുത്ഫത്തിൻ അങ്ങനെയാണ് ഓതേണ്ടത് കേട്ടോ. അതുപോലെ നബ്തലീഹി ഫജഅൽനാഹു, ഇവിടെയും നൂനിന് നീട്ടാനുണ്ട്, കാരണം നമ്മൾ പറഞ്ഞില്ലേ ചെറിയൊരു അലിഫ് കൊടുത്തിട്ടുണ്ട് അവിടെ. സമീഅൻ ബസീറാ, ഇവിടെയും ശ്രദ്ധിക്കണം. ഇവിടെ കണ്ട നിങ്ങൾ സമീഅൻ എന്നായിരുന്നു, അവിടെ ഒരു തൻവീനിലെ ഒരു തൻവീൻ ഉണ്ടല്ലോ, 2 തൻവീനാണ്, ഫത്തഹ് തൻവീന് 2 ഉണ്ടാകും. അപ്പോൾ അതിൽ ഒന്നെന്ത് ചെയ്തു, ഒരു തൻവീൻ എന്ത് ചെയ്തു, അത് മീമായി. അവിടെ ഉച്ചാരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സമീഅൻ, മീമിൻ്റെ ഉച്ചാരണം വരണം. സമീഅൻ ബസീറാ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബസീറാ, കഫൂറാ, മദ്കൂറാ, എല്ലായിടത്തും മദ്കൂറൻ. ഇവിടെ എല്ലാ ആയത്തിൻ്റെയും അവസാനം തൻവീനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മദ്കൂറൻ, കഫൂറൻ, ബസീറൻ, സഈറൻ, കഫൂറൻ. ഇങ്ങനെ വരുമ്പോൾ അവസാനത്തിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ഫത്തഹ് തൻവീനാണെങ്കിൽ അലിഫുമ്മയാണ് വഖഫ് ചെയ്യേണ്ടത്. അതായത് നിർത്തുമ്പോൾ സഈറാ, കഫൂറാ, മദ്കൂറാ, കഫൂറാ. ഇത് ഫത്തഹ് തൻവീനാകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുക. കസർ തൻവീനും ലമ്മ തൻവീനൊക്കെ ആണെങ്കിൽ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് കസർ തൻവീനാണ് അല്ലെങ്കിൽ ലമ്മ തൻവീനാണെങ്കിൽ അവിടെ സുക്കൂന കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഷൈഅൻ മദ്കൂറാ. ഇനി അതുപോലെ ബസീറ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലേ ബസീറ, ഇവിടെയൊക്കെ അതുപോലെ തന്നെയാണ്. ഇനി ഇന്നാ ഹദൈനാഹുസ്സബീല, ഹദൈനാഹുസ്സബീല, ഒരിക്കലും ഹദൈനാഹുൽ എന്ന അലിഫ്ലാം ഉച്ചരിക്കൂല, കാരണം വസലിൻ്റെ ഹംസ എന്ന് പറയും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, മുകളിൽ ചെറിയൊരു കുട്ടി സ്വാദം ഉണ്ടാവും അലിഫിൻ്റെ മുകളിൽ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക ഈ ലാം ഉച്ചരിക്കൂല. അപ്പോൾ നേരെ എന്ത് ചെയ്യണം, അടുത്ത അക്ഷരത്തിലേക്ക് പോകണം. ഹദൈനാഹുസ്സബീല. ഓക്കെ, ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ വ സഈറാ, വ അഗ്ലാലൻ വ സഈറ. ഇവിടെ ലാം നീട്ടണം കേട്ടോ, ഒന്നാമത്തെ ലാം നീട്ടണം. വ അഗ്ലാലൻ വ സഈറാ, ശ്രദ്ധിക്കാം. ഇനി ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. ഇവിടെ ഐനൻ യശ്റബു, ഐനൻ യശ്റബു ഇങ്ങനെ ഓതണ്ട കേട്ടോ. ഐനൻ യശ്റബു എന്ന് ഓതരുത്, ഐനൻ യശ്റബു ബിഹാ. ഇനി അടുത്ത ആയത്ത്
യൂഫൂന ബിന്നദിരി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലാം ഉച്ചരിക്കൂല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിഫിൻ്റെ മുകളിൽ ചെറിയൊരു സ്വാദ് വന്നു, എന്നാൽ ആ ലാം ഉച്ചരിക്കൂല. തൊട്ടടുത്തുള്ള ലാം അലിഫ് ലാം ഉച്ചരിക്കൂല. അപ്പോൾ ബിന്നദിരി ദാലാണ്. ബിന്നദിരി ഓതരുത്, ബിന്നദിരി. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. ഇവിടെ ഷർറുഹു എന്ന് പറഞ്ഞുകൊടുത്ത് ചെറിയൊരു വാവ് കാണാം. ഈ വാവ് ചെറുതായിട്ട് നീട്ടാൻ വേണ്ടിയിട്ടാണ്. ഷർറുഹു, ഈ ഹു ഹാഇനൊന്ന് നീട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വാവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഇളമ്പിനെ നീട്ടാൻ. ഷർറുഹു മുസ്തതീറാ. ഒന്നാമത്തെ ത ആണ്, രണ്ടാമത്തത് ത്വ ആണ്. മുസ്തതീറാ. വയുത്ഇമൂന الطعام على حبه مسكينا ويتيما وأسيرا. ഇവിടെ ഹുബ്ബിഹി എന്നുള്ളിടത്ത് കെസറിന് നീട്ടാൻ ചെറിയൊരു യാ ഉണ്ട്. അപ്പോൾ ചെറിയൊരു നീട്ടൽ വേണം. അലാ ഹുബ്ബിഹി മിസ്കീനൻ. ഹുബ്ബിഹി ചെറിയ നീട്ടൽ മതി കേട്ടോ, അല്ലാതെ ഓവർ ആവരുത്. മിസ്കീനോ വയതീമോ വഅസീറോ. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ. കണ്ടോ, ജസാഅൻ വലാ. ഇവിടെ നന്നായിട്ട് നീട്ടണം. ഇങ്ങനെ മദ് കാണുന്ന ഭാഗത്ത് നന്നായിട്ട് നീട്ടണം. തൊട്ടടുത്ത ഹംസയും കൂടെ ആണെങ്കിൽ നന്നായിട്ട് നീട്ടണം കേട്ടോ. വലാ ശുക്കൂറാ. ഇന്നാ നഖാഫു മിൻ റബ്ബിനാ. മിൻ റബ്ബിന എന്ന് ഓതാനും പാടില്ല. എവിടെ ഓതേണ്ടത് എങ്ങനെയാണ്? മിർ റബ്ബിന, മിർ റബ്ബിന. ഈ മീമ് ഉച്ചരിച്ച പിന്നെ നേരെ റാമക്ക്. മിർ റബ്ബിന. യൗമൻ അബൂസൻ ഖംതരീറാ. ഖം ഖാഫാണ്. ഖംതരീറാ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായി തെറ്റുകൂടാതെ ആവർത്തിച്ച് പഠിക്കുക. നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓരോന്നും എന്ത് ചെയ്യണം, ഓരോ ആയത്തിലുള്ള ഓരോ ഭാഗങ്ങളും ആ ആയത്ത് മുഴുവനായും പഠിച്ച ശേഷം മാത്രമേ അടുത്ത ആയത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് പഠിക്കുന്ന ഉദ്ദേശം തെറ്റ് തീർത്ത ശേഷം. എന്നാലുള്ളൂ അതൊരു 3 മാസമോ 4 മാസമോ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് എന്ത് ചെയ്യും, കുട്ടികൾ നടത്തിയൊത്ത് പഠിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.